വെടിനിർത്തൽ കരാർ ലംഘിച്ചു പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പ്രകോപനം. ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടറിലാണ് വെടിവെപ്പുണ്ടായത്. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, കരാറിന്റെ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയാണോ? അസിത, തീർച്ചയായും ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഒരു സമീപനം പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ പൂഞ്ചിന് സമീപമുള്ള ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് പാകിസ്ഥാൻ വെടിയുതിർത്തത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ വെടിവെപ്പ് ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തതായാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിവെപ്പ് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും ആ വെടിവെപ്പ് തുടരുകയാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ത്യൻ സേന ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല. സൈന്യവുമായിട്ടുള്ള വൃത്തങ്ങളാണ് ഇങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വെടിനിർത്തൽ കരാറ് ലംഘിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് പാകിസ്ഥാൻ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കും. മാത്രമല്ല, കൂടുതൽ സേനയൊക്കെയും അതിർത്തിയിലേക്ക് വിന്യസിക്കേണ്ടത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇന്ത്യൻ സേന പോകുവാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയുള്ള ഒരു പ്രതികരണം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും കൂടാതെയുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 15 മിനിറ്റോളം നീണ്ടുനിന്ന വെടിവെപ്പാണ് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പൂഞ്ച് സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത്. അസിത.